ഇന്നത്തെ റെസിപ്പി നാരങ്ങ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. കേട് കൂടാതെ കൂടുതൽ കാലം സൂക്ഷിക്കാനും പറ്റും. അതിനായിട്ട് 3 കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു തിള വന്നതിന് ശേഷം വെള്ളം ചോർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുക. വെള്ളം ഒട്ടും തന്നെ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 8 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാർ റെഡിയായതിനു ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതൊന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അച്ചാറും പൊടിയാണ് ചേർക്കുന്നത്. 3 കിലോ നാരങ്ങയിലേക്ക് 1.5 പാക്ക് അച്ചാറും പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അധികം എരിവ് ആവശ്യമില്ലാത്തവർക്ക് 1 പാക്ക് ചേർത്താൽ മതിയാകും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണിത്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. 500 മില്ലി ലിറ്റർ സുർക്കയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. സുർക്ക ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കേട് കൂടാതെ കൂടുതൽ കാലം സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.